ഹലോ ലിമ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന മന്തി പൗഡർ വെച്ചാണ് ഞാൻ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. ഇപ്പം നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കുന്നതിന് നമ്മൾ സെപ്പറേറ്റാണ് ബീഫ് വേവിച്ചെടുക്കുന്നത്. ബീഫ് സെപ്പറേറ്റ് വേവിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ചോറ് പറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമ്മൾ 1 kg ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്യാം. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ച ഒരു 10-20 മിനിറ്റിന് ശേഷം തണുപ്പ് നന്നായിട്ട് മാറാതെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. അതാകുമ്പം പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പെട്ടെന്ന് കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ വെള്ളത്തിലിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഞാൻ 1 kg ബീഫും 1 kg ഇന്ത്യൻ ഗേറ്റിൻ്റെ റൈസുമാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നതിന് എടുക്കുന്നത്. പിന്നെ എൻ്റെ ഈ വീഡിയോസിനെല്ലാം നിങ്ങൾ നല്ല സപ്പോർട്ടാണ് തരുന്നത്. ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഉള്ളെങ്കിലും തന്നെ നിങ്ങളിടുന്ന കമൻസുകളും ലൈക്കുകളും ഒക്കെ നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് സ്ഥിരം വീഡിയോ ഇടാൻ പറ്റുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. എങ്കിലും ഷോർട്സിനൊക്കെ മിക്കവാറും എല്ലാ ഷോർട്സിനും വ്യൂവേഴ്സ് ആവാറുണ്ട്. പിന്നെ എൻ്റെ വീഡിയോസിനൊക്കെ ആയാലും ശരി അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യൂവേഴ്സ് ഉണ്ട്. അതെല്ലാം നിങ്ങളുടെ സപ്പോർട്ടാണ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. എന്നിട്ട് നമ്മൾ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് അരച്ച് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലിട്ട് അരച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു മന്തി മസാല നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മന്തി മസാല ആ ഒരു ഫുള്ള് മസാല നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. റൈസിനും നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. കാരണം റൈസിനും ഈ ഒരു മസാലയ്ക്ക് ഉപ്പ് കുറച്ച് മുന്തി നിൽക്കുന്നതിന് കാരണം റൈസിന് നമ്മൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ മാഗി ക്യൂബും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് എല്ലായിടവും യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഞാനൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഒരു 10-15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാം. നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇത് ഒരു മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. അതിന് ശേഷം നമുക്കിവിടെ ആവശ്യമായിട്ട് വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിയില വേണം. മല്ലിയില നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു ക്യാപ്സിക്കവും ഒരു 1 ക്യാപ്സിക്കവും ഒരു 1/2 ക്യാപ്സിക്കം എടുക്കുന്നു. 1.5 ക്യാപ്സിക്കം എടുക്കുന്നുണ്ട്. അത് നമ്മൾ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അത് നമ്മൾ ഒരു ക്യാപ്സിക്കം ബീഫിനകത്ത് ചേർക്കാനും 1/2 ക്യാപ്സിക്കം നമ്മൾ റൈസ് ആക്കുമ്പോൾ റൈസിനകത്ത് ചേർക്കാനുമാണ്. ഞാൻ കട്ടിംഗ് ബോർഡിൽ അങ്ങനെ അരിഞ്ഞിട്ടില്ല. അത് കാരണം കുറച്ച് സ്ലോ ആയിരുന്നു അരിയാൻ. ഫസ്റ്റ് ടൈമാണ് കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ ആ ഒരു പിച്ചാത്തിയും പുതിയതാണ്. അന്നേരം ഇച്ചിരി മൂർച്ച കൂടുതലായിരുന്നു. അത് കാരണം കുറച്ച് താമസം വന്നു അരിഞ്ഞെടുക്കാൻ. അങ്ങനെ അതെല്ലാം നമ്മൾ സ്മാൾ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരി കഴുകി വൃത്തിയാക്കി എടുക്കാം. കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കാം. ഇനി നമ്മൾ ഒരു കുക്കർ, നമ്മുടെ ബീഫ് വേവിക്കുന്നതിന് ആവശ്യമായ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മറ്റേ റെസ്റ്റ് ചെയ്യാൻ വെച്ച ആ ഒരു ബീഫ് നമുക്ക് ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആ ഒരു കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയും ക്യാപ്സിക്കവും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ടൊമാറ്റോ എൻ്റെ കയ്യിലില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ അധികം വെള്ളം ചേർക്കണ്ട. ബീഫിന് ഓൾറെഡി വെള്ളമുണ്ട്. എങ്കിൽ തന്നെയും ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നു. ചിലപ്പോൾ ഒരു പക്ഷേ അടിക്ക് പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം നമ്മൾ ആ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസിൽ വെച്ച് ഫ്ലെയിം ഓണാക്കി ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാം.
റൈസ് വേവിക്കുന്നതിനാവശ്യമായ വെള്ളം വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ ആവശ്യമായ ക്യാരറ്റും നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്ത് നല്ല ചെറുതായിട്ട് ക്യാരറ്റ് കട്ട് ചെയ്തു. പിന്നെ ഒരു 1/2 ക്യാപ്സിക്കവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചോറ് ഏകദേശം വേവായി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഉണക്കനാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്യാരറ്റും ക്യാപ്സിക്കവും കൂടെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. പിന്നെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ദാണ്ട് വെള്ളമെല്ലാം വറ്റി ചോറ് നല്ല പരുവത്തിലായിട്ടുണ്ട്. അത് കഴുകി 4-5 പച്ചമുളക് നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ആ വെന്ത ചോറിലേക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് താത്ത് വെക്കുന്നുണ്ട്. അത് ആവി കൊണ്ട് വേറൊരു രീതി കിട്ടാൻ വേണ്ടി, വേറൊരു ടേസ്റ്റ് ആവാൻ വേണ്ടി ചേർക്കുന്നില്ല. അങ്ങനെ ആ ഒരു ചോറിൻ്റെ ആവിയിലേക്ക് താത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. അന്നേരം ആ ഒരു ബീഫ് ഇട്ട് കൊടുത്ത് നമുക്കതിൻ്റെ ആ ഒരു ഗ്രേവി അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം. അന്നേരം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.